അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബർക്കാത്തുഹു. അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു വഅഷ്ഹദു അന്ന മുഹമ്മദൻ അബ്ദുഹു വറസൂലുഹു. അമ്മാ ബഅദ് ഫഅഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അർറഹ്മാനിർ റഹീം മാലികി യൗമിദ്ദീൻ. ഇയ്യാക നഅ്ബുദു വഇയ്യാക നസ്തഈൻ. ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം സിറാത്തൽ ലദീന അൻഅംത അലൈഹിം ഗൈറിൽ മഗ്ദൂബി അലൈഹിം വലദ്ദാല്ലീൻ. പ്രിയമുള്ള സഹോദരങ്ങൾ, നമ്മുടെ പ്രിയങ്കരായ ഇമാം ഹസ്രത്ത് ഖലീഫത്തുല്ലാ മുനീർ അഹമ്മദ് അസീം അയ്യദഹുല്ലാഹു തആല ബിനസ്രിൽ അസീസ് മാനവ കുലത്തിനു സമർപ്പിക്കുന്ന വിശുദ്ധ ഖുർആൻ വിശദീകരണ പാഠങ്ങളിൽ സൂറ ബഖറയിലെ 88-ാമത്തെ വചനത്തിൽ അല്ലാഹു തആല പറയുന്നു: അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. വലഖദ് ആതൈനാ മൂസൽ കിതാബ വഖഫൈനാ മിൻ ബഅദിഹി ബിർറുസുൽ വആതൈനാ ഈസ ഇബ്ന മറിയമൽ ബയ്യിനാത്ത് വഅയ്യദ്നാഹു ബിറൂഹിൽ ഖുദ്സ് അഫകുല്ലമാ ജാഅകും റസൂലും ബിമാ ലാ തഹ്വാ അൻഫുസകും ഇസ്തക്ബർതും ഫഫരീഖൻ കദ്ദബ്തും വഫരീഖൻ തഖ്തുലൂൻ. വലഖദ് നിശ്ചയമായും തീർച്ചയായും ആതൈന നാം നൽകിയിരിക്കുന്നു മൂസായിക്ക് അൽ കിതാബ വേദഗ്രന്ഥത്തെ. നിശ്ചയമായും നാം മൂസായിക്ക് വേദഗ്രന്ഥത്തെ നൽകിയിരിക്കുന്നു. വഖഫൈന നാം തുടർന്നു നൽകി, മിൻ ബഅദിഹി അദ്ദേഹത്തിന് ശേഷം, ബിർറുസുലി പ്രവാചകന്മാരെ, ദൂതന്മാരെ. മൂസായിക്ക് ശേഷം പ്രവാചകന്മാരുടെ ദൂതന്മാരുടെ ഒരു ശൃംഖല തന്നെ തുടർച്ചയായി നൽകി. അങ്ങനെ വാതൈന നാം നൽകി ഈസബിന് മറിയമിൻ്റെ മകൻ ഈസായ്ക്ക് നാം നൽകി അൽ ബയ്യിനാത്ത് വ്യക്തമായ തെളിവുകൾ, വ്യക്തമായ രേഖകൾ. വഅയ്യദ്നാഹു നാം അദ്ദേഹത്തെ ശക്തിപ്പെടുത്തി, ബിറൂഹിൽ ഖുദ്സ് പരിശുദ്ധാത്മാവിനെ കൊണ്ട്. പരിശുദ്ധാത്മാവ് എന്നത് ദൈവിക വചനം എന്നാണ് മനസ്സിലായിരിക്കുന്നത്. അപ്പോൾ ദൈവിക വചനം കൊണ്ട് നാം അദ്ദേഹത്തെ ശക്തിപ്പെടുത്തി. അഫകുല്ലമാ ജാഅകും നിങ്ങൾക്ക് വന്നപ്പോഴെല്ലാം, അഫകുല്ലമാ ജാഅകും നിങ്ങളുടെ അടുത്തേക്ക് വന്നപ്പോഴൊക്കെ, റസൂലുൻ ഒരു ദൂതൻ നിങ്ങളുടെ അടുത്തേക്ക് വന്നപ്പോഴൊക്കെ, ബിമാ ലാ തഹ്വ അൻഫുസുക്കും നിങ്ങളുടെ നഫ്സുകൾക്ക് അത് ഇഷ്ടപ്പെടാത്ത സന്ദേശവുമായിട്ടാണ്. നിങ്ങളുടെ നഫ്സുകൾ ഇഷ്ടപ്പെടാത്ത സന്ദേശവുമായി നിങ്ങളുടെ അടുത്തേക്ക് എപ്പോഴൊക്കെ ഒരു ദൂതൻ വന്നുവോ അപ്പോഴൊക്കെ, ഇസ്തക്ബർത്തും നിങ്ങൾ അഹംഭാവം നടിച്ചു.
ഫരീഖൻ അവരിൽ ഒരു വിഭാഗത്തെ നിങ്ങൾ കരുതത്തും നിങ്ങൾ കളവാക്കി. ഈ വന്നിരിക്കുന്ന ആൾ ഒന്നും യഥാർത്ഥ ആളല്ല കേട്ടോ. അങ്ങനെ കളവാക്കി. ഒരു വിഭാഗം ആളുകൾ, നിങ്ങളിൽ ഒരു വിഭാഗം നിങ്ങൾ കളവാക്കി. ഫരീഖൻ തക്തുലുൻ, ഇനി മറ്റൊരു വിഭാഗത്തിന് മറ്റു വിഭാഗം ചെയ്തത് തക്തുലൂൻ, നിങ്ങൾ അവരെ വധിക്കുവാൻ ശ്രമിച്ചു. അപ്പോൾ വധശ്രമം നടത്തി വധിച്ചു, നിങ്ങൾ കളവാക്കി, നിങ്ങൾ അഹംഭാവികളായി തീർന്നു. നിങ്ങളുടെ നെഫ്സിന് ഇഷ്ടപ്പെടാത്ത കാര്യങ്ങളുമായിട്ട് പറഞ്ഞുകൊണ്ടാണ് അവർ വന്നത്. ഇതൊക്കെയാണ് ഈ വചനത്തിൽ അല്ലാഹു തആല നമ്മോട് പറയുന്നത്. ഇത് മൂസാ നബി അലൈഹിസ്സലാമിന് മുതൽ ഇങ്ങോട്ട് വന്ന ഒരു ചരിത്ര സംഭവങ്ങൾ, അത് ഈസാ അലൈഹിസ്സലാം വരെയുള്ള കാര്യങ്ങൾ വെളിപ്പെടുത്തിയിട്ട് അന്നത്തെ ജനങ്ങളുടെ മനോഭാവം, ഒന്ന് വരുന്ന ദൂതന്മാർ കള്ളനാണെന്ന് പറയുക, ആ മെസ്സേജിനെ അസത്യപ്പെടുത്തുക, അല്ലെങ്കിൽ ഇനി തട്ടിക്കളയാൻ തന്നെ ശ്രമിക്കുക. ഇങ്ങനെയുള്ള ആളുകളൊന്നും ഈ നാട്ടിൽ വേണ്ട എന്ന് പറഞ്ഞ് അവരെ ഉന്മൂലനാശം നടത്തുക, വധത്തിന് ഇരയാക്കുക, ഈ നിലയിലുള്ള പ്രവൃത്തിയാണ് ചെയ്തത്. അസദ് ഖലീഫത്തുള്ള ഇത് സംബന്ധമായിട്ട് പറയുന്നു, ദ വേഴ്സ്, ഈ വചനം, വൈൽ സ്പീക്കിംഗ് ജനറലി ഓഫ് ദ പ്രോഫറ്റ്സ് ഹൂ കെയിം ആഫ്റ്റർ മൂസ അലൈഹിസ്സലാം, ഇത് പൊതുവിൽ പറയുന്നത് മൂസ അലൈഹിസ്സലാമിന് ശേഷം വന്ന പ്രവാചകന്മാരെ കുറിച്ചാണ്. മേക്സ് എ സ്പെഷ്യൽ മെൻഷൻ ഓഫ് ഈസ അലൈഹിസ്സലാം, ഈ മൂസ അലൈഹിസ്സലാമിന് ശേഷം വന്ന പ്രവാചകന്മാരെ കുറിച്ച് സംസാരിക്കുന്ന ഈ വചനത്തിൽ ഒരു പ്രത്യേക കാര്യം ഈസ അലൈഹിസ്സലാമിൻ്റെ പേര് പറഞ്ഞുകൊണ്ട് അത് എടുത്തു പറയുന്നത്. സ്പെഷ്യൽ മെൻഷൻ, ഒരു പ്രത്യേക സൂചന ഈസ അലൈഹിസ്സലാമിൻ്റെ പേര് പറഞ്ഞുകൊണ്ട് നടക്കുന്നുണ്ട്. The reason for this lies in the fact that somehow or other the Jews accepted all those prophets who appeared prior to ഈസാ അലൈഹിസ്സലാം. ഈസാ അലൈഹിസ്സലാമിന് മുൻപ് വന്ന എല്ലാ പ്രവാചകന്മാരെയും ഈ ജൂതന്മാർ ഒരു രീതിയിലല്ലെങ്കിൽ മറ്റൊരു രീതിയിൽ വിശ്വസിച്ചു. ചിലർ മറ്റു ചിലരെ കളവാക്കുകയും ചെയ്തിട്ടുണ്ട്. ബട്ട് ദേ സ്റ്റബോൺലി റിഫ്യൂസ് ടു അക്സെപ്റ്റ് ഹിം. അപ്പോൾ മുമ്പ് വന്നവരെയൊക്കെ ഒരു പരിധിവരെയൊക്കെ അവർ സ്വീകരിച്ചു. ചിലരോട് വളരെ കഠിനമായ നിലയിൽ അവർ ഇത് ചെയ്തിട്ടുണ്ട്. പക്ഷേ ബട്ട് ദേ സ്റ്റബോൺലി റിഫ്യൂസ് ടു അക്സെപ്റ്റ് ഹിം. ഈസാ അലൈഹിസ്സലാമിൻ്റെ കാര്യത്തിൽ അവർ വളരെ പിടിവാശിക്കാരായ നിലയിലാണ് അദ്ദേഹത്തെ നിരസിക്കുന്ന കാര്യത്തിൽ അവർ സ്വീകരിച്ച സമീപനം. ഒരു കാരണവശാലും ഇവൻ വേദഗ്രന്ഥത്തിൽ പറഞ്ഞ നിലയിലുള്ള ആളല്ല എന്ന് പറഞ്ഞ് അവരദ്ദേഹത്തെ സ്വീകരിക്കുവാൻ ഒരു രീതിയിലും തയ്യാറായില്ല. ആ കാര്യത്തിൽ അവർ വലിയ പിടിവാശിക്കാരായിരുന്നു. The verse called some liars and some useless. ഈ വചനത്തിൽ പറയുന്ന ചിലരെ അവർ കളവാക്കി, മറ്റു ചിലരെ അവർ വധത്തിന് ഇരയാക്കി. There is double significance to it. ഇതിന് രണ്ട് രീതിയിലുള്ള പ്രാധാന്യം ഈ കാര്യത്തിലുണ്ട്. ഫസ്റ്റ്, ഒന്ന്, റിവ്യൂയിങ് ദ ലോങ് കോഴ്സ് ഓഫ് ജൂയിഷ് ഹിസ്റ്ററി. ജൂതന്മാരുടെ ദൈർഘ്യമേറിയ ചരിത്രം, ഇതിനെ ഒന്ന് പുനരവലോകനം ചെയ്യുവാനൊരവസരമാണ്. എങ്ങനെയായിരുന്നു ഈ ജൂതന്മാർ മൂസ അലൈഹിസ്സലാമിനും മൂസ അലൈഹിസ്സലാമിന് ശേഷവും അവർ പ്രവർത്തിച്ചത് എന്ന് ഒരു അവലോകനം നടത്തുന്നതിനൊരവസരം.
എങ്ങനായിരുന്നു അവരുടെ സ്വഭാവ രീതികൾ. നമുക്കറിയാം മൂസ അലൈഹി സ്വലാമിൻ്റെ കാലത്ത് തന്നെ അദ്ദേഹത്തെ സഹായിക്കാൻ സഹോദരൻ ഹാറൂൺ അലൈഹി സ്വലാം ഒരു പ്രവാചകനായിട്ട് തന്നെ കൂടെ നിയോഗിച്ചിട്ടും അവരുടെ സ്വഭാവ രീതികൾ എങ്ങനായിരുന്നത് രണ്ട് പ്രവാചകന്മാർ വിചാരിച്ചിട്ട് നടന്ന സംഭവങ്ങളൊക്കെ നമുക്കറിയാവുന്നതാണ്. ഇനി ദേ ഹാവ് ഓഫൺ ഗിവൻ ടു ദ ലൈ ടു അള്ളാഹ്സ് പ്രോഫറ്റ്സ്. അള്ളാഹുവിൻ്റെ പ്രവാചകന്മാരെ കളവാക്കുന്നതിൽ ആണ് അവർക്ക് വലിയ സന്തോഷം. ആൻഡ് ഈവൻ നൗ ദേ ആർ ട്രൈങ് ടു സ്ലേ ഈസാ അലൈഹി സ്വലാം. ഇതാ അങ്ങനെ കളവാക്കി അവരുടെ മേൽ കള്ളം ആരോപിക്കുകയൊക്കെ ചെയ്ത ഈ ആളുകൾ, ആൻഡ് ഈവൻ നൗ ദേ ആർ ട്രൈങ് ടു സ്ലേ ഈസാ അലൈഹി സ്വലാം. ഇപ്പോൾ ഒരു പ്രവാചകൻ വന്നിട്ടുണ്ട്, ഈസാ അലൈഹി സ്വലാം. അദ്ദേഹത്തിനെയും അവർ വധിക്കാൻ വേണ്ടി ശ്രമിക്കുകയായിരുന്നു. അപ്പോൾ ആ ചരിത്രം മൂസായിൽ നിന്ന് തുടങ്ങി ഈസായിലേക്ക് അവസാനിക്കുമ്പോൾ മനുഷ്യകുലത്തിൻ്റെ പ്രത്യേകത ഈ പ്രവാചകന്മാരെ പിൻപറ്റിയവരുടെ അവസ്ഥാവിശേഷത്തിൻ്റെ ഒരു ചെറിയ പുനരവലോകനം നടത്തുന്നതിന് ഇത് നമ്മെ സഹായിക്കുന്നു. സെക്കൻഡ്ലി, രണ്ടാമത് എക്സ്റ്റെൻഡിങ് ദ റിവ്യൂ ഓഫ് ദാറ്റ് ഹിസ്റ്ററി. രണ്ടാമത് ഈ റിവ്യൂ, ഈ പുനരവലോകനം, അതിൻ്റെ ദൈർഘ്യം ഹിസ്റ്ററി ടു ദ ടൈം ഓഫ് ഹോളി പ്രോഫറ്റ് മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലം വരെ ആ ചരിത്രം മുന്നോട്ട് പോവുകയാണ്. അങ്ങനെ മുന്നോട്ട് ഈസാ അലൈഹി സ്വലാമയിൽ നിന്ന് ഈ ചരിത്രം മുന്നോട്ട് പോയി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയിലേക്ക് എത്തുമ്പോൾ ദേ ആർ ഈവൻ നൗ ട്രൈങ് ടു ടേക്ക് ദ ലൈഫ് ഓഫ് ഹോളി പ്രോഫറ്റ് പീസ് ബി അപ്പോൺ ഹിം. അപ്പം മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവൻ പോലും എടുക്കുവാൻ അവർ തയ്യാറായി നിൽക്കുക എന്ന് പറഞ്ഞാൽ നബിയെ കൊല ചെയ്യാനായിട്ട് അവർ തയ്യാറായി നിൽക്കുക. അപ്പോൾ ഈസാ അലൈഹി സ്വലാമെ വധിച്ച് അല്ലെങ്കിൽ വധിക്കാൻ ശ്രമിച്ചു, ആ നിലയിലൊന്നും അവർ അവിടെ നിർത്തുന്നില്ല. അതിനുശേഷം വീണ്ടും കാലചക്രം തിരിഞ്ഞു. അവർ 100 വർഷം ആയപ്പോൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആഗമനമുണ്ടായി. അങ്ങനെ ഈ ആഗമന സമയത്ത് ആ പ്രവാചകനെയും തട്ടാം എന്ന് തന്നെയാണ് അവർ വിചാരിച്ചത്. അപ്പോൾ ഈ വചനം ചരിത്രത്തിൻ്റെ ഒരുപാട് പിന്നാമ്പുറങ്ങളിലേക്ക് നമ്മളെ ശ്രദ്ധ കൂട്ടിക്കൊണ്ടുപോവുകയും മനുഷ്യപ്രകൃതിയും മനുഷ്യരുടെ രീതികളും എങ്ങനെയായിരുന്നു എന്ന് നമ്മുടെ മുമ്പിൽ അത് തുറന്നു വയ്ക്കുകയും ചെയ്യുന്നു. ദിസ് വുഡ് ബി ലിറ്ററലി ട്രൂ അറ്റ് ദ ടൈം ഓഫ് ദ വേഴ്സ് വേർ promulgated to the people. ഇത് അക്ഷരാർത്ഥത്തിൽ ദിസ് വുഡ് ബി ലിറ്ററലി ട്രൂ, അക്ഷരാർത്ഥത്തിൽ സത്യമായി പുലർന്നു അറ്റ് ദ ടൈം ഓഫ് ദ വേഴ്സ്. ഈ വചനങ്ങളെ വേർ പ്രോമുൾഗേറ്റഡ്, പരസ്യപ്പെടുത്തപ്പോൾ ടു ദ പീപ്പിൾ, ജനങ്ങൾക്ക്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് ലഭ്യമായ വചനങ്ങൾ ജനങ്ങളിലേക്ക് അത് എത്തിച്ചപ്പോൾ അക്ഷരാർത്ഥത്തിൽ തന്നെ പ്രവാചകനെ തട്ടിക്കളയാൻ ആണ് അവർ ശ്രമിച്ചത്. അപ്പോൾ അതൊരു കണ്ടിന്യൂഷനാണ് ഇങ്ങനെ തുടരുന്നത്. ഇനി നമ്മൾ ഇതൊന്ന് ആലോചിച്ച് നോക്കുകയാണെങ്കിൽ വീണ്ടും മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് ശേഷം ഇപ്പോൾ 15 നൂറ്റാണ്ട് വീണ്ടും പിന്നിട്ടിരിക്കുകയാണ്. ഇപ്പോഴും ഈ കഴിഞ്ഞ നൂറ്റാണ്ടിൽ ഒരു ദൈവദൂതൻ, ഒരു മുജദ്ദിദ് അല്ലെങ്കിൽ ഒരു മുഹീദ്ദീൻ, അവർക്ക് പറയാവുന്ന ഏത് വാക്കും ഉപയോഗിക്കാവുന്നതാണ് അവരെ സംബന്ധിച്ച്. അള്ളാഹുവിൽ നിന്നുള്ള വചനങ്ങൾ സ്വീകരിക്കുന്നു എന്നുള്ള കുഴപ്പമാണ് അവർ കാണുന്നത്. അള്ളാഹു എന്നോട് സംസാരിക്കുന്നു എന്ന് പറഞ്ഞാൽ അള്ളാഹു മുത്തക്കല്യമാണ്, അവൻ സംസാരിക്കുന്നവനാണ്, അവൻ ഇഷ്ടപ്പെടുന്നവരോട് അവൻ സംസാരിക്കുന്നു. അത് രഹസ്യഭാഷണമാകാം, പരസ്യപ്പെടുത്താനുള്ള ഭാഷണങ്ങളും ഉണ്ടാകാം. പരസ്യപ്പെടുത്താൻ പറയുന്ന കാര്യങ്ങൾ പരസ്യപ്പെടുത്തിയാൽ മതി എന്നാണ് നമ്മൾ മനസ്സിലാക്കിയിരിക്കുന്നത്. വ്യക്തികൾക്ക് കിട്ടുന്നത് വ്യക്തികൾ സൂക്ഷിച്ചാൽ മതി, പരസ്യപ്പെടുത്താൻ അല്ലാഹു തആല പറഞ്ഞിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് പരസ്യപ്പെടുത്തണം. അല്ലാത്ത കാര്യങ്ങൾ പരസ്യപ്പെടുത്തേണ്ടതുണ്ടോ എന്ന് ചിന്തിക്കേണ്ടത് വേണം. അങ്ങനെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയും അവർ വിടാൻ തയ്യാറില്ല. ഇനി ആ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞ ഓരോ നൂറ്റാണ്ടിലും
നിശ്ചയമായിട്ടും അള്ളാഹു വായിക്കും കേട്ടോ എന്ന് പറഞ്ഞു. അപ്പം ഓരോ നൂറ്റാണ്ടിലും വന്നുകൊണ്ടിരിക്കുന്നവർ പറയുന്നത് ഞാൻ ഈ നൂറ്റാണ്ടിലേക്കാണ്, അടുത്ത നൂറ്റാണ്ടിൽ അടുത്ത ആൾ വരുമെന്ന് ഇതും പറഞ്ഞാൽ പോകുന്നു. പക്ഷേ നോക്കൂ, ഈ വേദഗ്രന്ഥങ്ങളെല്ലാം വെച്ചിരിക്കുന്ന ആളുകൾ മൂസാ നബി അലൈഹി സ്വലാമിന് ശേഷം അത് പ്രബോധനം നടത്താൻ വേണ്ടി ഇങ്ങനെ കഫൈന മിൻ ബഅദി റുസുൽ, പ്രവാചകന്മാരുടെ ഒരു ശൃംഖല തന്നെ നടത്തി. അപ്പോൾ ഇബ്രാഹിം നബിയുടെ പരമ്പരയിൽ നിന്ന് ഈ നിലയിൽ വന്ന ഒരു പ്രവാചകന് മുൻകാലങ്ങളിൽ ഉള്ളവർ അവരുടെ തലമുറകളിലൂടെ അവർക്ക് പ്രവാചക ശൃംഖല കിട്ടി. ഇവിടെ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ തലമുറകളിലൂടെ ഓരോ നൂറ്റാണ്ടിലും ഓരോ പ്രവാചകനെ, ഓരോ ദൂതനെ ഈ ദീനിന് സേവനം ചെയ്യുന്നതിന് വേണ്ടി നിയോഗിക്കുമെന്നുള്ള സവിശേഷമായ വാർത്ത ഉണ്ടായിട്ട് അത് സ്വീകരിക്കുവാനുള്ള സൗഭാഗ്യം ഈ ജൂത മനസ്ഥിതിയുള്ള ആളുകൾക്ക് എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. എൻ്റെ കൗമ് അവരെക്കാൾ കൂടുതൽ വിഭാഗമായി പിരിയുമെന്ന് പറഞ്ഞപ്പോൾ അവരാ നിലയിലേക്ക് മാറി. നമ്മൾ എന്ന് പറയുന്നവരിപ്പം അതിനേക്കാൾ അപ്പുറത്തേക്ക് കടന്നു പോയിരിക്കുകയാണ്. ഏതെല്ലാം രീതിയിലുള്ള പീഡനങ്ങളും ബുദ്ധിമുട്ടുകളും വരുത്താൻ മാത്രം എന്തോ അദ്ദേഹം പറയുന്നത് വിശുദ്ധ ഖുർആനും റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അധ്യാപനവും അനുസരിച്ച് നിങ്ങൾ ജീവിക്കണം. അതല്ല എങ്കിൽ അള്ളാഹുവിൽ നിന്നുള്ള കോപശാപങ്ങളുണ്ടാവും, മാനവകുലം രക്ഷപ്പെടുകയില്ല, വളരെ ബുദ്ധിമുട്ട് അനുഭവിക്കും, നന്മയുടെ പാതയിലൂടെ സഞ്ചരിക്കണം. ഇതൊക്കെ പറയുന്നുള്ളൂ ഈ വരുന്ന പാവങ്ങളെ, അല്ലാതെ വേറൊന്നുമില്ല. ദൈവയോജനം മാത്രമേ ഉള്ളൂ. അത് വെച്ച് പറഞ്ഞു കൊടുക്കുമ്പോൾ അവരുടെ മേലെല്ലാവരും കൂടെ ചാടിക്കയറാൻ പോവുകയാണ്. ദ പീപ്പിൾ ഓഫ് ദ ബുക്ക് ജനറലി, ഈ വേദഗ്രന്ഥത്തിൻ്റെ ആൾക്കാർ പൊതുവിൽ ജൂസ് ആൻഡ് ക്രിസ്ത്യൻസ്, ജൂതന്മാരും ക്രിസ്ത്യാനികളും, ഈവൻ വേർ മൂസ അലൈഹിസ്സലാം ആൻഡ് ദ ലോ ഓഫ് സിനായ്, സിനാ പർവ്വതത്തിൽ വെച്ച് കിട്ടിയ 10 കൽപ്പനകളും മൂസ അലൈഹിസ്സലാം അമ്മയുടെ അത് റെഫർ ടു, ഇതൊക്കെ സൂചിപ്പിക്കുന്നത് ദോസ് ട്രഡീഷൻസ് ആർ കോമൺ ടു ബോത്ത് ജൂസ് ആൻഡ് ക്രിസ്ത്യൻസ്. ജൂതന്മാർക്കും ക്രിസ്ത്യാനികൾക്കും ആ നിഷ്ഠകളൊക്കെ ജൂതന്മാർക്ക്, അതായത് മൂസാ നബി അലൈഹി സ്വലാമയിലൂടെ ഈസാ നബിയിലേക്ക് എത്തിച്ചേരുന്ന ഈ 2 വിഭാഗം ആളുകളെ രണ്ടായിട്ട് പിരിഞ്ഞെങ്കിൽ ആ രീതിയിലുള്ള ആളുകൾക്ക് അവരുടെ ട്രഡീഷൻസൊക്കെ, അവരുടെ നിഷ്ഠകളൊക്കെ, ആചാരാനുഷ്ഠാനങ്ങളൊക്കെ കോമൺ, ഏതാണ്ട് ഒരേ രീതിയിൽ തന്നെയായിരുന്നു. ദ ആർഗ്യുമെൻ്റ് ഈസ് അബൌട്ട് ദ പീപ്പിൾ ഹു വോണ്ട് ടു ഹാവ് ലേൺ ഫ്രം പ്രീവിയസ് റെവലേഷൻസ്. കാരണം അവരൊക്കെ മുൻപ് വന്ന വെളിപാടുകളിൽ വിശ്വസിച്ചവരാണ്. ആൻഡ് വെൽക്കം ദ ഹോളി പ്രോഫറ്റ്സ് ടീച്ചിങ്. അങ്ങനെ മുൻപ് കാലങ്ങളിൽ വന്ന വെളിപാടുകളിൽ യഥാർത്ഥമായി വിശ്വസിച്ചിരുന്നവരൊക്കെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് ലഭിച്ച വെളിപാടുകളിൽ വിശ്വസിച്ച് നബിയോടൊപ്പം അങ്ങ് ചേർന്നു. അതാണ് ആൻഡ് വെൽക്കം ദ ഹോളി പ്രോഫറ്റ്സ് ടീച്ചിങ്. അങ്ങനെ യഥാർത്ഥമായിട്ടുണ്ടായിരുന്നവർ, ജൂത ക്രിസ്തീയ വിഭാഗത്തിലുണ്ടായിരുന്നവർ, അവർ സത്യവാന്മാരായ ഭക്തന്മാരായ ആളുകളായിരുന്നു. അവർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് ലഭിച്ച വെളിപാടുകൾ വിശ്വസിച്ചു. ആൻഡ് യെറ്റ് ദേ ബോത്ത് ടുക്ക് അപ്പ് ആൻ ആറ്റിറ്റ്യൂഡ് ഓഫ് അറഗൻ്റ് റിജക്ഷൻ. എന്നാൽ ഈ 2 വിഭാഗത്തിലും പെട്ട മറ്റാളുകൾ വളരെ പരുഷമായ ഒരു നിലപാടാണ് സ്വീകരിച്ചത്. അവർ പരസ്യമായ നിലയിൽ, പരുഷമായ നിലയിൽ, 2 രീതിയിലും അവർ ഈ സന്ദേശത്തെ എതിർക്കുകയും ജൂതന്മാർ ക്രിസ്തീയ വിഭാഗം, അതിൽ സത്യഭക്തരായ ആളുകൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അംഗീകരിക്കുകയും ചെയ്തു. ഈ ചരിത്രം, ഈ വചനം നമ്മൾ പാരായണം ചെയ്യുമ്പോൾ ഇസ്ലാം മത ചരിത്രത്തിലൂടെ വീണ്ടും ഈ ചരിത്രം മുന്നോട്ട് പരിശോധനാ വിധേയമാക്കുകയാണെങ്കിൽ ഇപ്പോൾ എത്തി നിൽക്കുന്ന 15-ാം നൂറ്റാണ്ടിൽ സത്യഭക്തരായിട്ടുള്ള ആളുകൾക്ക് ഇത്തരം നൂറ്റാണ്ടുകളിൽ വരുന്നവരോടൊപ്പം ചേർന്ന് നിന്ന് യഥാർത്ഥമായ ദീനുൽ ഇസ്ലാമിൻ്റെ അധ്യാപനം നടപ്പിലാക്കാതിരിക്കുവാൻ സാധിക്കുകയില്ല. എന്നാൽ സത്യഭക്തരായ ആളുകളാണ് ഇതിൽ വരുന്നവരെല്ലാം എന്ന് അവരൊരു ഉറപ്പ് വരുത്തിക്കൊള്ളണം. ഈ സത്യഭക്തരായ ആളുകൾക്ക് അവരുടേതായ ഒരു വഴി അള്ളാഹു തുറന്നു വെച്ചിട്ടുണ്ട്. അത് ഒരു മിക്സിങ് ഏർപ്പാടല്ല, അതും ഇതുമെല്ലാം കൂടെയൊക്കെ കൂട്ടിക്കുഴച്ചുള്ള ഒരു ഏർപ്പാടല്ല.
സാമ്പാർ പരുവത്തിലാക്കുന്ന രീതിയിലല്ല. ഇതിൻ്റേതായ ഒരു വ്യക്തമായ രൂപരേഖയും വഴിരേഖയുമുണ്ട്. ആ രൂപരേഖ അനുസരിച്ച്, ആ വഴിരേഖ അനുസരിച്ച് തന്നെ ആയിരിക്കും അവർ പ്രവർത്തിക്കുന്നത്. അങ്ങനെ പ്രവർത്തിക്കുമ്പോൾ സമൂഹത്തിൻ്റെ മുമ്പിൽ നമുക്ക് ചിലപ്പോൾ അപമാനങ്ങളും ഏറുകളും പരുഷമായ പ്രതികരണങ്ങളും മോശപ്രവർത്തികളും ഒക്കെ കാണാം. ഈ ദീനിനു വേണ്ടി നിലകൊള്ളുന്ന ആളുകൾക്ക് ഇത്തരത്തിലുള്ള ആളുകളിൽ നിന്ന് നമുക്ക് മോശമായ പ്രതികരണങ്ങൾ ഉണ്ടാകുമെങ്കിലും അള്ളാഹുവിൻ്റെ ഭാഗത്ത് നിന്ന് അത്തരത്തിലുള്ള ആളുകൾക്ക് പ്രത്യേകമായ സഹായവും പ്രത്യേകമായ അനുഗ്രഹവും പ്രത്യേകമായ സമാധാനവും ലഭ്യമാകുന്നതിനാണ്. ഈ സമാധാന വഴി കണ്ടെത്തുന്നതിനായിട്ട് നാം ഓരോരുത്തരും ഈ വഴിയിലൂടെ തന്നെ സഞ്ചരിക്കുവാൻ ശ്രമിക്കുക. ഈ ജൂത ക്രൈസ്തവ ഇസ്ലാം മത വിശ്വാസത്തിൽ കടന്നുകൂടിയിരിക്കുന്ന എല്ലാം കൊള്ളരുതായ്മകൾ എന്ന് തന്നെയാണ് പറയേണ്ടത്. കാരണം വേദഗ്രന്ഥങ്ങളിൽ നൽകിയിരിക്കുന്നതിൽ നിന്നും വിരുദ്ധമായ നിലയിൽ വ്യാഖ്യാനം നൽകുകയും അതിനെ പ്രചരിപ്പിക്കുകയും അങ്ങനെ വരുന്ന സത്യാത്മാക്കളെ വധിക്കുവാനും അവരെ മോശപ്പെടുത്തുവാനും ശ്രമിക്കുകയും ചെയ്യുന്ന ഈ പ്രവണത ജൂത ക്രൈസ്തവരിൽ ഉണ്ടായിരുന്നു പണ്ട്. അത് ആ മനസ്ഥിതിയുള്ള ആളുകൾ ഇന്ന് ഇസ്ലാമിൽ വളരെ കൂടുതലാണ്. അവർ ഇത്തരത്തിലുള്ള ആളുകളെ അംഗീകരിക്കുന്നതിനും അവരെ തങ്ങളുടെ പ്രവർത്തനങ്ങൾ നടത്തുന്നതിനും സഹായിക്കുന്നില്ല, കൂടെ നിൽക്കുന്നില്ല എന്നുള്ളത് തന്നെയാണ് അതിൻ്റെ ഏറ്റവും വലിയ ദയനീയമായ അവസ്ഥ. അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധമായ ഖുർആൻ ഷരീഫിലൂടെ ഓരോ വചനത്തിലൂടെയും ഓരോ വാക്കിലൂടെയും നമ്മുടെ മുമ്പാകെ വയ്ക്കുന്നു അതിവിശാലമായ ഈ സന്ദേശം വേണ്ട രീതിയിൽ മനസ്സിലാക്കുവാനും അത് നമ്മുടെ നിത്യജീവിതത്തിൽ പ്രാവർത്തികമാക്കുവാനുമുള്ള സൗഭാഗ്യം നൽകി അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ പരിശുദ്ധമായ റമദാനിൽ ഇന്ന് റമദാൻ 15 ഈ 15-ാം ദിനത്തിൽ എല്ലാവിധ അനുഗ്രഹങ്ങളും അല്ലാഹു തആല നൽകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് അല്ലാഹു തൗഫീഖ് ചെയ്യുകയാണെങ്കിൽ നാളത്തെ പ്രഭാതത്തിൽ വീണ്ടും നമ്മൾ കണ്ടുമുട്ടുന്നു. ജസാക്കുമുല്ലാഹു ഹുസ്നൽ ജസാ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.